സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ മൊഡ്യൂൾ 3യുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് തിയറി ഓഫ് ബെൻഡിങ്ങിലെ ടോപ്പിക്കും തിയറി ടോപ്പിക്കും അതിൽ വരുന്ന എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലത്തെ രണ്ടാമത്തെ ടോപ്പിക്കാണ്. ഓക്കെ, കോളംസ് ആൻഡ് സ്ട്രട്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് കോളംസ് ആൻഡ് സ്ട്രട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കോളം എന്താണെന്നും അതുപോലെ സ്ട്രറ്റ് എന്താണെന്നുള്ള ഒരു കമ്പാരിസൺ നമുക്ക് മനസ്സിലാക്കണം. ശേഷം നമുക്കിതിൽ ഒരു 4 ടൈപ്പ് ഇക്വേഷൻസ് വരുന്നുണ്ട്. അത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുള്ള പ്രോബ്ലംസ് ആയിരിക്കും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചോദിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ സാധാരണഗതിയിൽ 3 മാർക്കിനും ആ പ്രോബ്ലം ചോദിക്കാറുണ്ട്, അതേപോലെ 7 മാർക്കിനും ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്. 4 ഇക്വേഷൻസും നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് നല്ല സുഖമായിട്ട് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ കോളംസ് ആൻഡ് സ്ട്രട്ടിലേക്ക് പോകാം. ഇവിടെ നോക്കുക, നിങ്ങൾക്കവിടെ ഡെഫിനേഷൻ കാണുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് വൺ, കോളം. എന്താണ് കോളം നോക്കാം. എ കോളം ഈസ് ഡിഫൈൻഡ് ആസ് എ വെർട്ടിക്കൽ കംപ്രഷൻ മെമ്പർ വിച്ച് ഈസ് മെയിൻലി സബ്ജക്റ്റഡ് ടു ആക്സിൽ ലോഡ്സ് ആൻഡ് ദ എഫക്റ്റീവ് ലെങ്ത് ഓഫ് വിച്ച് എക്സീഡ്സ് 3 times ഇറ്റ്സ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശരിക്കും ജസ്റ്റ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കോളം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വെർട്ടിക്കൽ, നമ്മൾ സാധാരണ തൂണെന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ വീടിൻ്റെ ഒക്കെ തൂണുകളുണ്ടായിരിക്കും. നമ്മുടെ ആ ഒരു ബീം വന്ന് ആ ബീമിനെ താങ്ങി നിർത്തുന്ന തൂണുകൾ അല്ലേ. ചിലപ്പം സർക്കുലർ സെക്ഷനിലുള്ളതോ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളതോ അല്ലെങ്കിൽ സ്ക്വയർ സെക്ഷനിലൊക്കെ ഉള്ള തൂണുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മെമ്പറിനെയാണ് നമ്മൾ, അതായത് കംപ്രസീവ് ലോഡാണ് അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, നമുക്ക് മേലെന്ന് ഈ ഒരു ബീമിൻ്റെ ലോഡ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അതുപോലെ നമുക്ക് താഴെ ഫൗണ്ടേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തായിരിക്കും, ഒരു കംപ്രസീവ് ലോഡായിരിക്കും ഈ കോളത്തിന് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മെമ്പറാണ് നമ്മുടെ കോളം എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ ലെങ്ത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. മെയിൻലി സബ്ജക്റ്റഡ് ടു ആക്സിൽ ലോഡ്സ് ആൻഡ് ദ എഫക്റ്റീവ് ലെങ്ത് ഓഫ് വിച്ച് എക്സീഡ്സ് 3 times ഇറ്റ്സ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. അപ്പോൾ അതിൻ്റെ ലാറ്ററൽ ഡയമെൻഷനേക്കാളും മിനിമം 3 മടങ്ങെങ്കിലും നീളം കൂടിയതായിരിക്കണം, അല്ലെങ്കിൽ ലെങ്ത്ത് 3 മടങ്ങിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാറ്ററൽ ഡയമെൻഷൻ അല്ലേ. ലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഈ ലാറ്ററൽ ആയിട്ടുള്ള ഡയമെൻഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ വീതി അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ, സെക്ഷൻ്റെ ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡയമെൻഷനേക്കാളും ഒരു 3 മടങ്ങ് കൂടുതലായിരിക്കും അതിൻ്റെ ലെങ്ത്ത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സിംപ്ലി കോളം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക തൂണാണ്, വെർട്ടിക്കലായിട്ടുള്ള തൂണാണ്. ഇനി രണ്ടാമത്തെ നോക്കുക, സ്ട്രറ്റാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതും നമ്മൾ സാധാരണ മുന്നേ പഠിച്ച പോലെ ബീമിൻ്റെ ഒക്കെ പോലത്തെ ഒരു സംഭവം തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കോളത്തിൻ്റെ പോലത്തെ സംഭവം തന്നെയാണ്. പക്ഷേ അത് വെർട്ടിക്കൽ ആയിരിക്കില്ല. ദ കംപ്രഷൻ മെമ്പർ വിച്ച് ഈസ് ഇൻക്ലൈൻഡ് ഓർ ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ടോ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇതുപോലെ നമ്മൾ കോളം പോലത്തെ ഒരു കംപ്രഷൻ മെമ്പറാണ് നമ്മുടെ സ്ട്രറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് സബ്ജക്റ്റഡ് ടു ആക്സിൽ ലോഡ്സ് ഈസ് കോൾഡ് ആസ് സ്ട്രറ്റ്. ഓക്കെ, സാധാരണ നമ്മളെ ട്രസ് വർക്കിനൊക്കെ നമ്മൾ ഇതേപോലെ സ്ട്രറ്റുകൾ കാണാറ്, നമ്മൾ ചെരിച്ച് വെക്കുന്ന ആ സ്ട്രറ്റുകൾ, നമ്മൾ ലോഡ് താങ്ങാൻ വേണ്ടി വെക്കുന്ന സ്ട്രറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിലും എന്തായിരിക്കും, കംപ്രസീവ് ലോഡായിരിക്കും, അല്ലെങ്കിൽ കംപ്രസീവ് മെമ്പർ അല്ലെങ്കിൽ കംപ്രഷൻ മെമ്പറാണ് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അതും ആക്സിൽ ലോഡാവും ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോളം ആൻഡ് സ്ട്രറ്റിനെ കുറിച്ച് നിങ്ങൾ ഒരു ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യം. ജസ്റ്റ് എന്താണ് കോളമെന്നും അതുപോലെ എന്താണ് സ്ട്രറ്റെന്നും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതിൽ തന്നെ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരു 1 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ചോദിക്കുന്ന ടേംസാണ് ഈ സ്ലെൻഡർനെസ് റേഷ്യോ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് സ്ലെൻഡർനെസ് റേഷ്യോ. ദ റേഷ്യോ ഓഫ് ദ ലെങ്ത് ഓഫ് കോളം ടു ദ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ ലെങ്ത് ഓഫ് കോളത്തിൻ്റെ ലെങ്ത്തും അതിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷനും തമ്മിലുള്ള റേഷ്യോനാണ് നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷനൊക്കെ നമ്മൾ എന്താണെന്നുള്ള ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ മാത്രം മനസ്സിലാക്കി വെക്കുക. നമ്മൾ അത്രയും ഡീറ്റെയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് L/K എന്ന് ഓർത്ത് വെച്ചാലും മതി. അതായത് Lഉം Kയും തമ്മിലുള്ള റേഷ്യോ ആണ് സ്ലെൻഡർനെസ് റേഷ്യോ. അപ്പോൾ ലെങ്ത് ഓഫ് ദ കോളം ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷനും തമ്മിലുള്ള റേഷ്യോ ആണ് സ്ലെൻഡർനെസ് റേഷ്യോ. സാധാരണഗതിയിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ നമ്മൾ K വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ 1 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ് നമ്മുടെ സ്ലെൻഡർനെസ് റേഷ്യോ. ഇനി നമുക്ക് അടുത്ത് വരുന്ന ബക്ലിംഗ് ലോഡാണ്. അപ്പോൾ എന്താണ് ബക്ലിംഗ് ലോഡ് നോക്കാം. ദ മിനിമം ആക്സിൽ ലോഡ് അറ്റ് വിച്ച് ദ കോളം ടെൻഡ്സ് ടു ഹാവ്
ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് കോൾഡ് ബക്ലിംഗ് ലോഡ്. അപ്പോൾ കോളത്തിൻ്റെ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇപ്പോൾ കോളം ചിലപ്പം ബെൻഡായി പോവുകയോ അല്ലെങ്കിൽ ഫ്രാക്ചറായി പോകാനുള്ള ടെൻഡൻസി, ലോഡ് കൂടുമ്പോൾ ഫ്രാക്ചറായി പോകാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മിനിമം ആക്സിൽ ലോഡ് ഉണ്ടായിരിക്കുമല്ലോ, മിനിമം ആക്സിൽ ലോഡ് അറ്റ് വിച്ച് ദ കോളം ടെൻസ് ടു ഹാവ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് കോളത്തിൻ്റെ ആ ഒരു ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള മിനിമം ആക്സിൽ ലോഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ മിനിമം ആക്സിൽ ലോഡിനാണ് നമ്മൾ അതിൻ്റെ ബക്ലിംഗ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബക്ലിംഗ് ലോഡിൻ്റെ വേറെ പേരുകളാണ് ക്രിപ്ലിംഗ് ലോഡും അല്ലെങ്കിൽ ക്രിറ്റിക്കൽ ലോഡും. അതായത് ആ ലോഡിനേക്കാളും കൂടി എന്തായിരിക്കും, നമ്മുടെ കോളം ഫെയിലായിപ്പോവും. സോ ആ മിനിമം ആക്സിൽ ലോഡ് അറ്റ് വിച്ച് ദ കോളം ടെൻസ് ടു ഹാവ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് കോൾഡ് ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിറ്റിക്കൽ ലോഡ്. ഇനി നമുക്ക് കോളത്തിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതിൽ 3 ടൈപ്പ് കോളം വരുന്നുണ്ട്: ഷോർട്ട് കോളം, മീഡിയം കോളം, ലോങ് കോളം. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്ലെൻഡർനെസ് റേഷ്യോ ഉണ്ട്, എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും. L/K എന്ന് പറയുന്ന റേഷ്യോ ആണ്. ആ L/K എന്ന് പറയുന്ന റേഷ്യോ <<32 ആണെങ്കിൽ ഷോർട്ട് കോളമാണ്. 32ൻ്റെയും 120ൻ്റെയും ഇടയ്ക്കാണെങ്കിൽ മീഡിയം കോളാണ്. 120നേക്കാളും കൂടുതലാണെങ്കിൽ അത് ലോങ് കോളാണ്. ഓക്കെ, ആ 3 കാര്യം മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഷോർട്ട് കോളം എന്ന് പറയുമ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ ഈസ് <<32. ഓക്കെ, 32 കുറവ് ഷോർട്ട് കോളം, 32ൻ്റെയും 120ൻ്റെയും ഇടയിൽ മീഡിയം കോളം, 120നേക്കാളും കൂടി കഴിഞ്ഞാൽ ലോങ് കോളം. അതാണ് നമ്മുടെ സ്ലെൻഡർനെസ് റേഷ്യോ അഥവാ L/K എന്ന് പറയുന്ന റേഷ്യോ. ഇനി നമ്മുടെ ലോങ് കോളത്തിൻ്റെ ഒരു യൂളേഴ്സ് തിയറി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂളേഴ്സ് ഇക്വേഷൻ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ യൂളേഴ്സ് തിയറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ യൂളേഴ്സ് തിയറി സാധ്യമാകാനായിട്ട് ആവശ്യമായിട്ടുള്ള അസംഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, യൂളേഴ്സ് തിയറി നമ്മൾ എങ്ങനെയാണ് അപ്ലിക്കബിൾ ആവുന്നത് കോളത്തിൽ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ, ദ കോളം ഈസ് ഇനീഷ്യലി സ്ട്രെയിറ്റ് ആൻഡ് ദ അപ്ലൈഡ് ലോഡ് ഈസ് ട്രൂലി ആക്സിൽ. അപ്പോൾ കോളം എന്തായിരിക്കണം ആദ്യം ഇനീഷ്യലി അത് സ്ട്രെയിറ്റ് കോളം ആയിരിക്കണം. അതുപോലെ തന്നെ അപ്ലൈഡ് ലോഡ് ഈസ് ട്രൂലി ആക്സിൽ. അപ്പോൾ ട്രൂലി ആക്സിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോളത്തിൻ്റെ ആക്സിസിന് പാരലായിട്ടായിരിക്കണം ആ ഒരു അപ്ലൈ ലോഡ് പോകുന്നത്. ഓക്കെ, ആക്സിസിന് പാരലായിട്ടായിരിക്കണം മേലെ നിന്നുള്ള അപ്ലൈഡ് ലോഡ് വരുന്നത് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദ കോളം ഈസ് ഇനീഷ്യലി സ്ട്രെയിറ്റ് ആൻഡ് ദ അപ്ലൈഡ് ലോഡ് ഈസ് ട്രൂലി ആക്സിൽ. അപ്പോൾ ചിലപ്പം ഇതും 3 മാർക്കും ചോദിക്കാവുന്നതാണ് നമ്മുടെ യൂളേഴ്സ് തിയറി ഓഫ് ലോങ് കോളംസ്. അപ്പോൾ ലോങ് കോളത്തിൻ്റെ യൂളേഴ്സ് തിയറി അല്ലെങ്കിൽ അതിൻ്റെ അസംഷൻസ് ചോദിക്കാറുണ്ട് ചിലപ്പോൾ 3 മാർക്കിനൊക്കെ. അപ്പോൾ നമുക്കൊരു 3 പോയിൻ്റൊക്കെ നമുക്ക് ഈസി ആയിട്ട് 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സെക്കൻഡ് പോയിന്റ് നോക്കാം, ദ മെറ്റീരിയൽ ഓഫ് ദ കോളം ഈസ് ഹോമോജീനിയസ്. ഓക്കെ, അപ്പോൾ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാലും ഒരേ തരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ടായിരിക്കണം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ ലീനിയർ ആൻഡ് ഐസോട്രോപ്പിക്, അതുപോലെ ഇറ്റ് ഒബേസ് ഹൂക്സ് ലോ ഒബേ ചെയ്യണം. ഓക്കെ, അപ്പോൾ ലീനിയർ ആയിരിക്കണം, അതുപോലെ ഐസോട്രോപ്പിക് ആയിരിക്കണം, അതുപോലെ ഹൂക്സ് ലോ ഒബേ ചെയ്യണം. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഹോമോജീനിയസും ഐസോട്രോപ്പിക്കും നമ്മൾ ഒരുപാട് ടെക്നിക്കൽ ടേംസിലേക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കി വെക്കാം. മെറ്റീരിയൽ എന്തായിരിക്കണം, കോളം ഹോമോജീനിയസ് ആയിരിക്കണം, അതുപോലെ ഐസോട്രോപ്പിക്കും അതുപോലെ ഹൂക്സ് ലോ ഒബേ ചെയ്യണം. പിന്നെ ദ ലെങ്ത് ഓഫ് ദ കോളം ഈസ് വെരി ലാർജ് ആസ് കമ്പയർഡ് ടു ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കോളം. നമ്മൾ ആദ്യം തന്നെ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്. ശരിക്കും ഒരു കോളം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയനേക്കാളൊക്കെ ഒരുപാട് 3 മടങ്ങിനേക്കാളും വലുതായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും 3 മടങ്ങും വലുതായിരിക്കണം നമ്മുടെ കോളത്തിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ. അതുപോലെ ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ കോളം ഈസ് യൂണിഫോം ത്രൂ ഔട്ട്. എന്താണ് യൂണിഫോം ത്രൂ ഔട്ട് എന്ന് പറഞ്ഞാൽ, അതായത് എല്ലാ ഭാഗത്തിൻ്റെയും ഈ വിടുത്ത് എന്തായിരിക്കണം, എല്ലാ ഭാഗത്തും നോക്കിയാലും ഒരേ വിടുത്തായിരിക്കണം. അല്ലെങ്കിൽ ഇനി സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ ത്രൂ ഔട്ട് എന്തായിരിക്കണം, ഒരേ ഡയമീറ്റർ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതാണ് നമ്മൾ യൂണിഫോം ത്രൂ ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്രോസ് സെക്ഷൻ എല്ലാ ഭാഗത്തും എന്തായിരിക്കണം, യൂണിഫോം ത്രൂ ഔട്ട് ആയിരിക്കണം. ഓക്കെ, ത്രൂ ഔട്ട് യൂണിഫോം ആയിരിക്കണം. നമ്മൾ 4 പഠിച്ചു. പിന്നെ അടുത്ത പോയിന്റ്, ദ ഷോർട്ടനിങ് ഓഫ് കോളം ഡ്യൂ ടു ഡയറക്റ്റ് കംപ്രഷൻ ഈസ് നെഗ്ലക്റ്റഡ്. അപ്പോൾ നമ്മൾ ആ ഒരു കംപ്രസീവ് ലോഡ് കാരണം നമ്മളെ കോളം എന്തായി പോകാൻ പാടില്ല, ഡയറക്റ്റ് ചെറുതായി പോകാൻ പാടില്ല. ഓക്കെ, അല്ലെങ്കിൽ അത് ഷോർട്ടനിങ് സംഭവിക്കുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ കൺസിഡർ ചെയ്യാൻ പാടില്ല. ദ ഷോർട്ടനിങ് ഓഫ് കോളം ഡ്യൂ ടു ഡയറക്റ്റ് കംപ്രഷൻ കാരണം ഉണ്ടാകുന്ന ഷോർട്ടനിങ്, അതായത് ഇത്ര ലെങ്ത് ഉള്ള ഒരു കോളം മേലെ നിന്നുള്ള കംപ്രസീവ് ലോഡ് കാരണം അത് ഇങ്ങനെ ഷോർട്ടായി പോകുന്ന നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പാടില്ല. ഓക്കെ, ദ ഷോർട്ടനിങ് ഓഫ് കോളം ഡ്യൂ ടു ഡയറക്റ്റ് കംപ്രഷൻ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം, നമ്മളത് പ്രാക്ടിക്കലി എടുക്കാൻ പാടില്ല. ദ സെൽഫ് വെയ്റ്റ് ഓഫ് ദ കോളം ഈസ് ഇഗ്നോർഡ്. അതേപോലെ കോളത്തിൻ്റെ സെൽഫ് വെയ്റ്റും നമ്മൾ ഇഗ്നോർ ചെയ്യണം അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യണം. പിന്നെ ഫെയിലർ ഓഫ് ദ കോളം ഒക്കേഴ്സ് ഡ്യൂ ടു ബക്ലിംഗ് ഓർ ബെൻഡിങ് സ്ട്രെസ് അലോൺ. അപ്പോൾ ഈ കോളം എപ്പോഴാണ് ഫെയിൽ ആവുമെന്ന് പറഞ്ഞാൽ ബക്ലിംഗ് ലോഡോ അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെസ്സോ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ കോളം ഫെയിൽ ആവുമെന്ന് പറയാൻ പാടുള്ളൂ. ഓക്കെ, ഇത്രയാണ് നമുക്ക് 7 അസംഷൻസ് പറയുന്നുണ്ട്. ഇനി അഥവാ 7 മാർക്കും ചോദിക്കുമ്പോൾ നമുക്ക് 7 പോയിൻറ്റ്സും
എഴുതാൻ പറ്റണം. ഓക്കെ, അല്ലെങ്കിൽ സാധാരണ ഇതിൽ 3 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളൂ. അപ്പോൾ ഒരു 3 പോയിൻറ്റ്സ് ഓർക്കാൻ പറ്റുന്ന ഒരു 3 പോയിൻറ്റ്സ് പഠിച്ചാൽ മതി. അതിൽ ഓർക്കാൻ എളുപ്പമുള്ള പോയിൻറ്റ്സ് ഒന്ന് ഇതാണ്: ദ കോളം ഈസ് ഇനീഷ്യലി സ്ട്രെയിറ്റ് ആണ്, അല്ലെ ഇനീഷ്യലി സ്ട്രെയിറ്റ് ആയിരിക്കണം. അതുപോലെ അപ്ലൈ ലോഡ് എന്തായിരിക്കണം? ആക്സിലിന് പാരലായിരിക്കണം, അല്ലെങ്കിൽ ആക്സിലൂടെ ആയിരിക്കണം. പിന്നെ മെറ്റീരിയൽ ഹോമോജീനിയസ് ആയിരിക്കണം. അതുപോലെ ഹൂക്സിലെ ഒബേ ചെയ്യണം. പിന്നെ ലെങ്ത്ത് വെരി ലാർജ് ആയിരിക്കണം കമ്പയർഡ് ടു ക്രോസ് സെക്ഷണൽ ഏരിയ, അല്ലെ ക്രോസ് സെക്ഷണൽ ഏരിയകളും ഒരുപാട് വലുതായിരിക്കണം ലെങ്ത്ത്. നമുക്ക് ഈ 3 പോയിൻ്റ് വേണമെങ്കിൽ ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. വേണമെങ്കിൽ ഇത് ഓർത്ത് വെക്കാം, അല്ലേ. അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ യൂണിഫോം ആയിരിക്കണം, ത്രൂ ഔട്ട് യൂണിഫോം ആയിരിക്കണം. പിന്നെ സെൽഫ് വെയ്റ്റ് ഇഗ്നോർ ചെയ്യാം. അതുപോലെ ഷോർട്ടനിങ് ഓഫ് കോളം ഡ്യൂ ടു ഡയറക്റ്റ് കംപ്രഷൻ ഈസ് നിങ്ങളുടെ ഒക്കെ നമുക്ക് ഓർക്കാൻ എളുപ്പമുള്ള പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന ഒരു 4-5 പോയിൻറ്റ്സ് പഠിച്ചാൽ ആ ടോപ്പിക്കിൽ നിന്ന് മാർക്ക് നഷ്ടപ്പെടാണ്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഈ ഒരു കോളത്തിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു, നമുക്ക് കോളത്തിൻ്റെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് 2 കണ്ടീഷനെ കുറിച്ച് പറയാനുണ്ട്. അതായത് ഇപ്പോൾ കോളം എന്ന് പറയുമ്പോൾ സാധാരണ ഗതിയിൽ ചിലപ്പം 2 എൻഡും ചിലപ്പം ഹിഞ്ച് ചെയ്ത അവസ്ഥയായിരിക്കും. അതായത് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, 2 എൻഡും ഹിഞ്ചാവും കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഇനി ചില കേസിൽ ഒരു എൻഡ് ചിലപ്പം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു എൻഡ് ഹിഞ്ച് ചെയ്തതായിരിക്കും. ഇനി ചില കേസിൽ കോളത്തിൻ്റെ 2 എൻഡും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി ചില കേസിൽ കോളത്തിൻ്റെ ചില കേസിൽ ഒരു എൻഡ് ഫിക്സും ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു എൻഡ് ഹിഞ്ചും ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, രണ്ടാമത് ഇത് ശരിക്കും നമ്മൾ ഈ കാര്യം പറഞ്ഞില്ല, 1 എൻഡ് ഫിക്സഡ് ആൻഡ് 1 എൻഡ് ഫ്രീ പറഞ്ഞില്ല. അപ്പോൾ ചില കേസിൽ കോളത്തിൻ്റെ കേസിൽ എന്തായിരിക്കും? ഒരു എൻഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതർ എൻഡ് ഫ്രീ ആയിരിക്കും. അപ്പോൾ നമുക്ക് 4 കേസാണ് വരുന്നത്. ഇത് ബോത്ത് ഹിഞ്ചഡ്. ഓക്കെ, ബോത്ത് ഹിഞ്ചഡിൻ്റെ ഫിഗറാണ് ഇത് കാണുന്നത്. 1 എൻഡ് ഫിക്സഡും 1 എൻഡ് ഫ്രീയും, ഇതാണ് ഇത്. 1 എൻഡ് ഫിക്സഡും 1 എൻഡ് ഫ്രീയും. ബോത്ത് എൻഡ്സ് ഫിക്സഡ്, ഇതാണ് ബോത്ത് എൻഡ്സ് ഫിക്സഡ് ഉദ്ദേശിച്ചത്. 1 എൻഡ് ഫിക്സഡും 1 എൻഡ് ഹിഞ്ചഡും, 1 എൻഡ് ഫിക്സഡും 1 എൻഡ് ഹിഞ്ചഡും. അപ്പോൾ നമുക്ക് ഈ 4 കണ്ടീഷനാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ 4 കണ്ടീഷനിലും ഇക്വേഷൻസ് 4 ടൈപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് 4 ഇക്വേഷൻ ഇപ്പോൾ തന്നെ പഠിക്കണോ, ടെൻഷൻ അടിക്കേണ്ട ആവശ്യം. പക്ഷേ ഞാൻ അത് പഠിക്കാനുള്ള ഒരു ഈസി മെത്തേഡ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. ദ ക്രിട്ടിക്കൽ ലോഡ് ഓഫ് എ കോളം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എൻഡ് ഫിക്സേഷൻ ഓഫ് ദ കോളം. ദ ഇമ്പോർട്ടൻറ്റ് എൻഡ് കണ്ടീഷൻസ് ആർ, നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ കോളത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഈ എൻഡ് കണ്ടീഷൻ കാരണം നമ്മൾ, അല്ലെങ്കിൽ എൻഡ് കണ്ടീഷൻ നോക്കിയിട്ടാണ് നമ്മൾ അത് എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ കോളത്തിൻ്റെ എൻഡ് കണ്ടീഷൻസ് എന്താണോ അതനുസരിച്ചായിരിക്കണം നമ്മൾ അവിടെ ഇക്വേഷൻസ് ഉപയോഗിക്കേണ്ടത്. പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പോൾ 4 കണ്ടീഷനാണ് വരിക. ഒന്ന് ബോത്ത് എൻഡ് ഹിഞ്ചഡ് ആയിട്ടുള്ള കണ്ടീഷൻ, ഒന്ന് 1 എൻഡ് ഫിക്സഡും 1 എൻഡ് ഫ്രീയും, പിന്നെ ബോത്ത് എൻഡ് ഫിക്സഡ് ആണ്, പിന്നെ 1 എൻഡ് ഫിക്സഡും അതർ ഹിഞ്ചഡും ആണ്. അപ്പോൾ ഇങ്ങനെ 4 കണ്ടീഷനിലായിരിക്കും കോളത്തിൻ്റെ കണ്ടീഷൻ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ കോളം അവിടെ കോളത്തിൻ്റെ ലോഡ് ഉണ്ടായിരിക്കും, ക്രിട്ടിക്കൽ ലോഡ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് പറയാനുള്ളത് ഈ ഒരു ഇക്വേഷനാണ്. അതായത് നമുക്ക് കോമൺ ആയിട്ട് ഒറ്റ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. പൈ സ്ക്വയർ, ഇപ്പോൾ തന്നെ പഠിക്കട്ടോ, പൈ സ്ക്വയർ EI ബൈ L സ്ക്വയർ. ഇതാണ് നമ്മുടെ കോളത്തിൻ്റെ കേസിലുള്ള ക്രിപ്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ബക്കിളിംഗ് ലോഡ് കാണാനുള്ള, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ലോഡ് കാണാനുള്ള കോമൺ ഇക്വേഷൻ ഇതാണ്. പറയാൻ മനസ്സിലായോ? പൈ സ്ക്വയർ EI ബൈ L സ്ക്വയർ ആണ് കോമൺ ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യും? നമുക്കിവിടെ ഓരോരോ കേസ് വരുന്നുണ്ടല്ലോ. ബോത്ത് എൻഡ് ഹിഞ്ചഡ് കേസ് വരുന്നുണ്ട്, 1 എൻഡ് ഫിക്സഡും 1 എൻഡ് ഫ്രീയും വരുന്നുണ്ട്, ബോത്ത് എൻഡ് ഫിക്സഡ് വരുന്നുണ്ട്, 1 എൻഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഹിഞ്ചഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ 4 കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ഇക്വേഷനിലെ ലെങ്ത്തിൻ്റെ ഭാഗമാണ് മാറുക. ഈ ലെങ്ത്താണ് മാറിക്കൊണ്ടിരിക്കുക. ബോത്ത് എൻഡ് ഹിഞ്ചഡ് ആകുമ്പോൾ ലെങ്ത്തിൽ ഒരു ഇക്വേഷൻ ഉണ്ടാവും, ഫിക്സഡും ഫ്രീ ആകുമ്പോൾ ഒരു ഇക്വേഷൻ, ബോത്ത് എൻഡ് ഫിക്സഡ് ആകുമ്പോൾ ഒരു ഇക്വേഷൻ, 1 എൻഡ് ഫിക്സഡും അതർ എൻഡ് ഹിഞ്ചഡ് ആകുമ്പോൾ മറ്റൊരു ഇക്വേഷൻ. അപ്പോൾ നമ്മൾ പൈ സ്ക്വയർ EI ബൈ L സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ കോമൺ ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഓരോന്നിനും വരുന്ന ലെങ്ത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്ന ബോത്ത് എൻഡ് ഹിഞ്ചഡ്. അപ്പോൾ L ഈക്വൽ ടു നമുക്ക് L തന്നെയാണ്. ഓക്കെ, എഫക്റ്റീവ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എഫക്റ്റീവ് ലെങ്ത്ത് ക്യാപിറ്റൽ L ആണെങ്കിൽ ഇവിടെ ആക്ച്വൽ ലെങ്ത്ത് നമ്മൾ LI തന്നെ എടുക്കുക, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ L വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ബോത്ത് എൻഡ് ഹിഞ്ചഡ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇക്വേഷൻ എന്തായിരിക്കും? ഈ പറഞ്ഞ പോലെ പൈ സ്ക്വയർ EI ബൈ L സ്ക്വയർ തന്നെ ആയിരിക്കും. നമ്മൾ പറഞ്ഞ നേരത്തെ കോമൺ ഇക്വേഷൻ പൈ സ്ക്വയർ EI ബൈ ക്യാപിറ്റൽ L സ്ക്വയർ പറഞ്ഞു. അപ്പോൾ L ഈക്വൽ ടു എന്താണ്? ബോത്ത് എൻഡ് ഹിഞ്ചഡ് ആകുമ്പോൾ L ഈക്വൽ ടു സ്മോൾ L ആണ്. സോ എന്തായിരിക്കും? L സ്ഥാനത്ത് സ്മോൾ L കൊടുക്കുക, പൈ സ്ക്വയർ EI ബൈ L സ്ക്വയർ.
രണ്ടാമത്തെ കേസ് ആകുമ്പോൾ 1 എൻഡ് ഫിക്സഡും 1 എൻഡ് ഫ്രീയും ആണ്. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത്ത് 2L ആണ് അല്ലേ. അപ്പോൾ 2L ആകുമ്പോൾ ആലോചിച്ച് നോക്കുക, ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം, L സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 2L ഹോൾ സ്ക്വയർ കൊടുക്കണം അല്ലേ. അപ്പോൾ എന്തായി വരും, 2ൻ്റെ സ്ക്വയർ 4, Lൻ്റെ സ്ക്വയർ 4L സ്ക്വയർ. സോ ആ 4L സ്ക്വയർ ആണ് നിങ്ങൾക്ക് ഈ ഇക്വേഷനിൽ ഇവിടെ കാണുന്നുണ്ടായിരിക്കുക, പൈ സ്ക്വയർ EI/4L സ്ക്വയർ. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്താണ് സംഭവിക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ പൈ സ്ക്വയർ EI/4L സ്ക്വയർ വരും. ഇനി അടുത്ത കേസിൽ ബോത്ത് എൻഡ് ഫിക്സഡ് ആണ്. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് L/2, ക്യാപിറ്റൽ L ഈക്വൽ ടു സ്മോൾ L/2 ആണ്. നമുക്ക് സാധാരണ പോലെ പൈ സ്ക്വയർ EI/L സ്ക്വയർ ഇക്വേഷൻ എഴുതുക. എല്ലിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞ പോലെ L/2 സ്ക്വയർ അല്ലേ, L/2 സ്ക്വയർ ഇടുക. L/2 സ്ക്വയർ ഇട്ടാൽ നമുക്ക് L സ്ക്വയർ/4 വരും. അപ്പോൾ L സ്ക്വയർ താഴെ L സ്ക്വയർ/4 അല്ലേ, ഈ L സ്ക്വയറിൻ്റെ സ്ഥാനത്ത് താഴെ L സ്ക്വയർ/4 വരും. അപ്പോൾ എന്ത് ചെയ്യുക, ആ 4 നമ്മൾ മേലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും, 4 പൈ സ്ക്വയർ EI/L സ്ക്വയർ. താഴെയുള്ള 4 നമ്മൾ മേലേക്ക് കൊണ്ടുവന്നാൽ 4 പൈ സ്ക്വയർ EI/L സ്ക്വയർ ആവും. ആ മാത്തമെറ്റിക്കൽ റിലേഷനൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. ഇനി നമുക്ക് ലാസ്റ്റ് 1 എൻഡ് ഫിക്സഡും 1 എൻഡ് ഹിഞ്ചഡും ആണ്. അപ്പോൾ അവിടെ എഫക്റ്റീവ് ലെങ്ത്ത് നോക്കുക, L/√2 ആണ്, L/√2. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇവിടെ സംഭവിച്ച പോലെ L/√2 ഹോൾ സ്ക്വയർ, L സ്ക്വയറിൻ്റെ സ്ഥാനത്ത് L/√2 ഹോൾ സ്ക്വയർ ചെയ്യാം. ഓക്കെ, L/√2 ഹോൾ സ്ക്വയർ. അപ്പോൾ എങ്ങനെ വരിക, മേലെ L സ്ക്വയറിന് വരും. √2ൻ്റെ സ്ക്വയർ എന്താണ്, √2 √2 ചെയ്താൽ നമുക്ക് 2 കിട്ടും. അപ്പോൾ ക്യാപിറ്റൽ L സ്ക്വയറിൻ്റെ സ്ഥാനത്ത് സ്മോൾ L സ്ക്വയർ/2 ആവും. ആ 2 നമുക്ക് മേലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഫൈനലി എന്തായി മാറും, 2 പൈ സ്ക്വയർ EI/L സ്ക്വയർ വരും. ഓക്കെ, 2 പൈ സ്ക്വയർ EI/L സ്ക്വയർ. ഇപ്പോൾ നമ്മൾ എല്ലിൻ്റെ കണ്ടീഷൻ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, പൈ സ്ക്വയർ EI/L സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ കോമൺ ആയി പഠിച്ചു വെക്കുക. പിന്നെ ബോത്ത് എൻഡ് ഹിഞ്ചിനും പിന്നെ ഫിക്സഡും ആൻഡ് ഫ്രീ, ബോത്ത് ഫിക്സഡ് പിന്നെ ഫിക്സഡ് ആൻഡ് ഹിഞ്ചഡ്, ആ കണ്ടീഷൻ എന്ത് ചെയ്യുക, എല്ലിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അത് വേണമെങ്കിൽ ബൈ ഹാർട്ട് ആക്കാൻ വേണ്ടി ഒരു ഐഡിയ പറഞ്ഞുതരാം. ഞാനൊക്കെ ഉപയോഗിക്കുന്ന ഐഡിയ ആണ്. നമ്മൾ PSC എക്സാമൊക്കെ വരുന്ന സമയത്ത് നമ്മളിതിനൊരു, അതായത് നമുക്കിവിടെ നോക്കാം അല്ലേ, ബോത്ത് എൻഡ് ഹിഞ്ചഡ് ആണ് അല്ലേ, ബോത്ത് എൻഡ് ഹിഞ്ചഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് H മാത്രം മനസ്സിൽ വെക്കുക, ബോത്ത് എൻഡ് ഹിഞ്ചഡ്. അതിൻ്റെ അർത്ഥം ഇത് H മാത്രം കേട്ടോ. അപ്പോൾ ബോത്ത് എൻഡ് ഹിഞ്ചഡ്, H കണ്ടാൽ നമുക്ക് മനസ്സിലാവും 2 എൻഡും H ആണ്, അതായത് ബോത്ത് എൻഡ് ഹിഞ്ചഡ്. ഇനി രണ്ടാമത്തെ കേട്ടോ, 1 എൻഡ് ഫിക്സഡും അതർ എൻഡ് ഫ്രീയും അല്ലേ, 1 എൻഡ് ഫിക്സഡും അതർ എൻഡ് ഫ്രീയും ആണ്. അപ്പോൾ ഒരു എൻഡ് ഫിക്സഡും ഒരു എൻഡ് ഫ്രീയും അല്ലേ, ഒരു എൻഡ് ഫിക്സഡും ഒരു എൻഡ് ഫ്രീയും ആണ്. അപ്പോൾ നമുക്ക് ഇതൊറ്റ ഒരു കേസാണ് അല്ലേ, അതായത് ഫസ്റ്റത്തെ Hൻ്റെ മാത്രം ലൈനിട്ട് എന്താണ്, ബോത്ത് എൻഡ് ഹിഞ്ചഡ്. ഇവിടെ ഒരു എൻഡ് ഫിക്സഡും ഒരു എൻഡ് ഫ്രീയും. ഇനി മൂന്നാമത്തെ ബോത്ത് എൻഡ് ഫിക്സഡ്, അപ്പോൾ ജസ്റ്റ് ഒരു F മാത്രം, ബോത്ത് എൻഡ് ഫിക്സഡ്. ഓക്കെ, ബോത്ത് എൻഡ് ഫിക്സഡ്. ഇനി ലാസ്റ്റത്തെ 1 എൻഡ് ഫിക്സഡ്, 1 എൻഡ് ഫിക്സഡ്, 1 എൻഡ് ഹിഞ്ചഡ്. അപ്പോൾ അതൊറ്റ കേസാണ്, 1 എൻഡ് ഫിക്സഡും 1 എൻഡ് ഹിഞ്ചഡും. ഓക്കെ, 1 എൻഡ് ഫിക്സഡും 1 എൻഡ് ഹിഞ്ചഡും. അപ്പോൾ നമ്മൾ ഒരു കീവേഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് H F F F F H, അതായത് രണ്ട് എൻഡിലും H എഴുതാം, പിന്നെ വരുന്ന നടുക്കിൽ മൊത്തം എഫുകളാണ്. എത്ര എഫ് വരയ്ക്കണം, എഴുതണം, 4 എഫ് എഴുതണം അല്ലേ, 4 എഫ് എഴുതി. ഇനി എന്ത് ചെയ്യുക, ആദ്യത്തത് ഒറ്റയ്ക്ക്, പിന്നെ വരുന്നത് 2 എണ്ണം ഒരുമിച്ച്, പിന്നത്തത് ഒറ്റയ്ക്ക്, പിന്നെ വരുന്ന 2 എണ്ണം ഒരുമിച്ച്. ഇങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുമല്ലോ അല്ലേ. ഇതൊറ്റയ്ക്ക്, ഇവർ രണ്ടുപേരും, ഇയാളൊറ്റയ്ക്ക്, ഇവർ രണ്ടുപേരും. ആ ഒരു ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു അല്ലേ. ഒന്ന് എഴുതി നോക്കാം കേട്ടോ.
രണ്ട് എൻഡിലും എച്ച് എഴുതുക. ഓക്കെ, നടുക്കിൽ 4 എഫ് എഴുതാണ്ടാവും. 4 എഫ് എഴുതി. ഇനി എങ്ങനെ വരിക? ഇയാൾ ഒറ്റയ്ക്ക് ഫസ്റ്റത്തെ ആൾ ഒറ്റയ്ക്ക്, പിന്നെ 2 ആൾ, പിന്നെ ഒറ്റയ്ക്ക്, പിന്നെ 2 ആൾ. ഇനി ആലോചിച്ച് നോക്കൂ, ഓരോ കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റും. ഇതിനെങ്ങനെ പറയാം? ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് അല്ലേ? ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് ഓക്കെ ആണല്ലോ. ഇതിലെങ്ങനെ വരിക? ഒന്ന് ഫിക്സഡും ഒന്ന് ഫ്രീയും അല്ലേ? ഇതെങ്ങനെ വരിക? ഒറ്റ എഫ് ആണ്. ഒറ്റ എഫ് എന്ന് പറയുക രണ്ടും ഫിക്സഡ് അല്ലേ? ഇപ്പോൾ രണ്ടും ഫ്രീ ഒരിക്കലും വരുന്ന അങ്ങനെ കേസില്ല. രണ്ടും ഫ്രീ ആയാൽ പിന്നെ കോളം വെർട്ടിക്കലായി നിൽക്കില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് സപ്പോർട്ട് വേണമല്ലോ. സോ രണ്ടും ഫ്രീ ചിന്തിക്കാൻ പാടില്ല ഒരിക്കലും, തെറ്റിപ്പോയത്. രണ്ടും ഫിക്സഡ് വരുന്ന കേസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒറ്റ എഫ് കാണുമ്പോൾ 2 ഫിക്സഡ്. ഇനി അടുത്തത് ഒന്ന് ഫിക്സഡും ഒന്ന് ഹിഞ്ച്ഡും. അപ്പോൾ നമുക്ക് 4 കണ്ടീഷനും ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും അല്ലേ? ഒന്ന് ഫിക്സഡും ഒന്ന് ഹിഞ്ച്ഡും. ഇനി എന്ത് ചെയ്യുക? നമ്മൾ പറഞ്ഞ പോലെ 4 കണ്ടീഷനിലുള്ള ഇക്വേഷൻസ് എങ്ങനെ എടുക്കുക? വീണ്ടും എഴുതി നോക്കുക. അപ്പുറം എച്ച് എഴുതുക. ഇവിടെ ഒരു എഫ്, 4 എഫ് അങ്ങനെ എഴുതുക. നമുക്ക് വേണമെങ്കിൽ ഇതിന് അടിവര കൊടുക്കാം, അണ്ടർലൈൻ കൊടുക്കാം. ഇവരെ 2 എണ്ണം, ഇയാൾ ഒറ്റയ്ക്ക്, ഇവർ 2 എണ്ണം. നമുക്ക് ഓരോ കേസും മനസ്സിലാവും. ബോത്ത് ഹിഞ്ച്ഡ്, ഫിക്സഡ് ആൻഡ് ഫ്രീ, ബോത്ത് ഫിക്സഡ് ഹിഞ്ച്ഡ്. ഇക്വേഷൻ എങ്ങനെ ഓർത്ത് വെക്കുകയെന്ന് വെച്ചാൽ, ഫസ്റ്റത്തത് L, രണ്ടാമത്തത് 2L, L 2L ഓർമ്മ ഉണ്ടാവുമല്ലോ. L 2L അല്ലേ? ഒന്നാമത്തത് L അല്ലെങ്കിൽ ആലോചിച്ചാൽ മതി 1L ആണ്. രണ്ടാമത്തത് 2L ആണ് അല്ലേ? മൂന്നാമത്തത് നേരെ തിരിച്ച് L/2. ലാസ്റ്റത്തത് L/√2. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മുടെ π² EI π² EI/L² എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് എല്ലിൻ്റെ സ്ഥാനത്ത് ഏത് കണ്ടീഷനാണോ പറഞ്ഞിരിക്കുന്നത് ആ എല്ലിൻ്റെ സ്ഥാനത്തേക്ക് എന്ത് ചെയ്യുക? നമ്മൾ ഇതുപോലെ ഈ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇക്വേഷൻ കിട്ടും. നമ്മൾ പ്രത്യേകിച്ച് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് വർക്കായിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനങ്ങനെ ചെയ്യാറുണ്ട്, അതെനിക്ക് എഫക്റ്റീവായി തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കിനി അതുപോലെ ഇവിടെ ലിമിറ്റേഷൻസ് ഓഫ് യൂളേഴ്സ് ഫോർമുല പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ചിലപ്പോൾ എക്സാമിനൊക്കെ 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ടാവും. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഇനീഷ്യലി സ്ട്രെയിറ്റ് കോളംസ് ആൻഡ് ദ ലോഡ് ഈസ് ട്രൂലി ആക്സിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ അസംഷനിൽ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എന്താണ്? ഇനീഷ്യലി സ്ട്രെയിറ്റ് കോളംസ് ആയിരിക്കണം, അതുപോലെ ലോഡ് ട്രൂലി ആക്സിലായിരിക്കണം. ബക്ലിംഗ് ലോഡ് കാൽക്കുലേറ്റഡ് ബൈ യൂളേഴ്സ് ഫോർമുല ഈസ് മച്ച് മോർ ദാൻ ദ ആക്ച്വൽ ബക്ലിംഗ് ലോഡ്. ഓക്കെ, ലിമിറ്റേഷൻ ആണ് പറയുന്നത്. അതായത് ബക്ലിംഗ് ലോഡ് കാൽക്കുലേറ്റഡ് ബൈ യൂളേഴ്സ് ഫോർമുല ഈസ് മച്ച് മോർ ദാൻ ദ ആക്ച്വൽ ബക്ലിംഗ് ലോഡ്. അതായത് പ്രാക്ടിക്കലി ഉള്ള യഥാർത്ഥ ബക്ലിംഗ് ലോഡിനേക്കാളും വളരെ കൂടുതലായിരിക്കും നമ്മൾ യൂളേഴ്സ് ഫോർമുല വെച്ച് ഫൈൻഡ് ചെയ്യുന്ന ബക്ലിംഗ് ലോഡ് എന്ന് പറഞ്ഞാൽ. യൂളേഴ്സ് ഫോർമുല ഈസ് വാലിഡ് അപ് ടു ആൻഡ് സെർട്ടൻ വാല്യൂ ഓഫ് സ്ലെൻഡർനെസ് റേഷ്യോ. ഓക്കെ, അപ്പോൾ യൂളേഴ്സ് ഫോർമുല അപ്ലിക്കബിൾ ആവുന്നതിൽ വാലിഡ് അപ് ടു ആൻഡ് സെർട്ടൻ വാല്യൂ ഓഫ് സ്ലെൻഡർനെസ്. അപ്പോൾ സെർട്ടൻ വാല്യൂ ഓഫ് സ്ലെൻഡർനെസ് റേഷ്യോയിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? യൂളേഴ്സ് ഫോർമുല വാലിഡ് ആവുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അത് ലിമിറ്റേഷൻസ് ആണ്. ചിലപ്പോഴൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ടായിരിക്കും, കുറവാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. നമ്മൾ നേരത്തെ അസംഷൻസിൽ അത്യാവശ്യം പോയിൻറ്റ്സ് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു കോളത്തിൽ വരുന്ന പ്രോബ്ലംസാണ്. ഏകദേശം 5 പ്രോബ്ലംസാണ് നമുക്ക് ആ ഒരു ടൈപ്പിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ 5 പ്രോബ്ലം കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടോപ്പിക്കും കംപ്ലീറ്റ് ആവും. സോ നമുക്ക് ആ ഒരു പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാം. നമ്മളിന്ന് തിയറി മാത്രം പഠിച്ചു. നമ്മൾ ഒരുപാട് ലെങ്തി ക്ലാസ് ആകുമ്പോൾ അത് കാണുമ്പോഴും ബോറടിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു സാച്ചുറേഷനിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക. എന്നിട്ട് മാത്രം ആ ടോപ്പിക്കൊന്ന് ജസ്റ്റ് എഴുതി വെച്ച ടോപ്പിക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. സോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.